ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നു. എന്തിനാണ്? ഇലക്ഷനെ പേടിച്ച്. അതായത് രാജിവെച്ചാൽ പാലക്കാട് പുതിയ ഇലക്ഷൻ വരും. ഇനിക്ക് ഒരു വർഷം കൂടി തികച്ചില്ല പുതിയ നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ രാജിവെച്ചാൽ വീണ്ടും ഇലക്ഷൻ വരും. ആ ഇലക്ഷനിൽ UDFന് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക. അതുകൊണ്ട് ചർച്ചകൾ മുറുകുന്നു, മാറ്റി നിർത്തിയാൽ പോരെ എന്നുള്ള രീതിയിൽ. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ പുതിയ കാര്യങ്ങളും എല്ലാ നിജസ്ഥിതികളും ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രണ്ടു വശത്തൊരു ശരികളുണ്ട്, രണ്ടു കൂട്ടരുടെ ഭാഗത്തും ശരികളുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാട്സപ്പ് ചാറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ദിവസം വരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരാള് പോലും പരാതിപ്പെട്ടിട്ടില്ല പോലീസിൽ. ഇതിപ്പം നടക്കുന്നത് മാധ്യമ വിചാരണ മാത്രമാണ്. ഒരു അഴിമതി കേസോ ഒരു പെണ്ണ് കേസോ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് കേസാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ഒഫീഷ്യലായിട്ട് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. കേസ് കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് കേസ് ഫയലായി അയാൾ കുറ്റക്കാരനെന്ന് തെളിയുമ്പോഴാണ് അയാളെ നമുക്ക് കുറ്റക്കാരനെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെ കുറ്റാരോപിതൻ തന്നെയാണ്. ഇവിടെ സാഹചര്യത്തിൽ കുറ്റാരോപിതൻ ആരാക്കി? മാധ്യമങ്ങളാക്കി. കുറെ ചാറ്റും വീഡിയോ കോളുകളും വോയിസ് കോളുകളും തരംതിരിച്ച് ഓരോ ദിവസവും സോഷ്യൽ മീഡിയ വഴിയും ചാനലുകൾ വഴിയും പുറത്തുവിടുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇതൊരു രാഷ്ട്രീയക്കാരനെ തേജോവധം ചെയ്യാനുള്ള കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ആ യുവതിയോടുള്ള പൂർണ്ണ ഭക്തിയോടും പൂർണ്ണ ബഹുമാനത്തോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സ്റ്റേഷനിൽ ചെന്ന് പരാതി ഏർപ്പെടുത്തുക. ഈ തെളിവുകളെല്ലാം പോലീസിന് കൊടുക്കുക, നിയമത്തിന് കൊടുക്കുക. അവർ അന്വേഷിച്ച് ഇതിനുള്ള ഒരു കാരണം കണ്ടെത്തി കൃത്യമായ കുറ്റവാളിയെ തിരഞ്ഞെടുക്കട്ടെ. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വരുന്ന വിചാരണ ഒരിക്കലും നല്ലതല്ല നമ്മുടെ കേരളത്തിന്റെ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ. നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ, ഈ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും ആ ഒരു നടിയും തമ്മിലുള്ള ചാറ്റും ആ ഒരു സംഭാഷണങ്ങളും എല്ലാം ഈ നടി സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും സ്വമേധയാ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം നടന്ന ഒരു കാര്യം, പേഴ്സണൽ ചാറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരുടെ ഇടയിൽ നടന്നിട്ടുള്ളത്. ഇതിൽ യുവതിക്ക് എന്തെങ്കിലും എതിർപ്പോ കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ഇത് വെച്ച് നിർത്താമായിരുന്നു. അതല്ലായിരുന്നുണ്ടെങ്കിൽ യുവതിക്ക് ഇത് അന്നേ ഒഫീഷ്യലായിട്ട് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോഴും MLA ആയപ്പോഴും ഇതിനെല്ലാ സമയത്തും ഇതൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവരുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മാത്രം നമുക്ക് അനുമാനിക്കാം. നീതി അത് യുവതിക്ക് കിട്ടണം. എന്നാൽ അത് ചെയ്യേണ്ട വിധി അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ആ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതല്ലായിരുന്നു ചെയ്യേണ്ടുന്നത്. ഇതിന്റെ മറുവശം യുവതിയുടെ ഭാഗം നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ യുവതി ചെയ്തത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ നിയമത്തിനനുസരിച്ച് ചെയ്യണമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടുപേരും അന്ന് ആദ്യം തൊട്ടേ രണ്ടുപേരും സമ്മതിച്ച് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ചാറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൽ അന്ന് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ യുവതിക്കായി അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലർട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പുള്ളിയെ തന്നെ വേണ്ട എന്ന് വെച്ച് മാറ്റി നിർത്താമായിരുന്നു. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ സ്വന്തം എനിക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ രണ്ടുപേരുടെ സമ്മതപ്രകാരം നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സുപ്രീം കോടതി വിധിയിൽ ഒരു വിധി വന്നിരുന്നു. ലാസ്റ്റ് രണ്ടുപേര് സ്വമേധയാ ലൈംഗിക ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ അതിന് റേപ്പ് എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മൾ പ്രതി ചേർക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നീതി എല്ലാവർക്കും ഒരുപോലെയാണ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, രാഹുൽ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു പെൺകുട്ടിയെ പറഞ്ഞു വഞ്ചിക്കുക എന്നുള്ള തെറ്റ്, ആ വഞ്ചിക്കുക എന്നുള്ള തെറ്റ് രാഹുൽ തിരുത്തേണ്ടതാണ്.
ആ പെൺകുട്ടിയെ വഞ്ചിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാഹുലിന്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി നിലനിർത്തണമെങ്കിൽ ആ പെൺകുട്ടിക്ക് കാര്യങ്ങൾ എന്താണോ വേണ്ടുന്നത് ചെയ്യുക തന്നെ വേണം. കാര്യം കഴിഞ്ഞു ഉപേക്ഷിച്ചു പോകാൻ ഇത് ടിഷ്യൂ പേപ്പർ അല്ല എന്ന് രാഹുലിനെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം.